സുനന്ദ മേനോൻ മർഡർ കേസ്, ക്രൈം നമ്പർ 442/1995. ഈ നോവൽ പുറത്തിറങ്ങിയ സമയത്ത് ചില വിമർശനങ്ങൾ ഞാൻ നേരിട്ടിരുന്നു. പൊളിറ്റിക്കൽ ലീഡർ ശശി തരൂരുമായിട്ട് ഈ നോവലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ വാസ്തവത്തിൽ ശശി തരൂരുമായിട്ട് യാതൊരു ബന്ധവും ഈ നോവലിനില്ല. അതുകൂടാതെ മറ്റൊരു വിമർശനം ഉയർന്നത് ഈ നോവൽ പ്രശസ്ത നോവലിസ്റ്റ് അഗതാ ക്രിസ്റ്റിയുടെ ഒരു നോവലിൻ്റെ കോപ്പിയാണ് എന്ന് പറഞ്ഞിട്ട്. അഗതാ ക്രിസ്റ്റി വിഖ്യാതയായ ബ്രിട്ടീഷ് നോവലിസ്റ്റാണ്. 1890 ബ്രിട്ടനിൽ ജനിച്ച അഗതാ ക്രിസ്റ്റി 78ഓളം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകൾ തീർത്തിട്ടുണ്ട്. ഹെർക്കുൽ പൈറോട്ട് എന്ന ബെൽജിയം ഡിറ്റക്റ്റീവ് ആണ് അവരുടെ കഥാനായകൻ. അവർ ബ്രിട്ടീഷ് പശ്ചാത്തലത്തിൽ അതിസങ്കീർണമായിട്ടുള്ള നോവലുകൾ രചിക്കുന്നൊരു നോവലിസ്റ്റാണ്. തികച്ചും ബ്രിട്ടീഷ് പശ്ചാത്തലത്തിലുള്ള അഗതാ ക്രിസ്റ്റിയുടെ നോവലുകളെ അനുകരിക്കുക എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത്രയും സങ്കീർണമാണ് അഗതാ ക്രിസ്റ്റിയുടെ രചനകൾ. കാരണം അത് കുറ്റാന്വേഷണമാണ്. പഴുതടച്ചുള്ള അന്വേഷണാത്മകമായിട്ടുള്ള ഒരു നോവൽ രചനാരീതിയാണ് അഗതാ ക്രിസ്റ്റി അവലംബിക്കുന്നത്. കാരണം അവരുടെ സംസ്കാരവും അതൊക്കെ വേറെ തന്നെയാണ്. അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന കഥകളുടെ രീതിയൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ അതിനെ അനുകരിക്കുക അസാധ്യമാണ്. അപ്പോൾ തികച്ചും കേരളീയ പശ്ചാത്തലത്തിലുള്ള ഈ നോവലിനെ അഗതാ ക്രിസ്റ്റിയുടെ നോവലിൻ്റെ അനുകരണം എന്ന് വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ അതിനൊരു അപ്രീസിയേഷൻ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കോട്ടയത്തെ ഒരു പ്രമുഖ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപയാണ് സുനന്ദ മേനോൻ. സുനന്ദ മേനോൻ ഒരു വിവാഹം കഴിച്ചു. അതായത് അവരുടെ മധ്യവയസ്സ് പിന്നിട്ട് മക്കളൊക്കെ പ്രായമായ ശേഷം അവർ കല്യാണം കഴിച്ചു. അവരുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ സെക്രട്ടറി തന്നെ. അതൊരു ചെറുപ്പക്കാരനായിരുന്നു. അവരുടെ മകൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി. ആ വിവാഹം അവരുടെ ആ വലിയ കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ചില്ലറയായിരുന്നില്ല. ഒരു രാത്രി സുനന്ദ മേനോൻ കൊല്ലപ്പെട്ടു. ആരാണ് ആ കൊലപാതകത്തിൻ്റെ പിന്നിൽ? ആ അന്വേഷണമാണ് സുനന്ദ മേനോൻ മർഡർ കേസ്. വായിക്കുക. സുനന്ദ മേനോൻ മർഡർ കേസ്, ക്രൈം നമ്പർ 442/1995. Hey, Sunanda Menon. Who was her enemy? Was it the children or the lover? Or was it the